കാഴ്ച കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒപ്പം തന്നെ കൂടിക്കോളൂ. നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അതായത് 5 ലക്ഷം പൂക്കളിൽ തീർത്ത വളരെ മനോഹരമായ ഒരു വിസ്മയ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പോക്കിൽ കണ്ണൂർ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വിശാലമായി കിടക്കുന്ന പോലീസ് മൈതാനിയിൽ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് കിടക്കുകയാണ്. അപ്പം തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ എന്തോ നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് എന്നുള്ളത്. പൊതുവെ ഓണത്തിന് വിഷുവിനും ഒക്കെ ഇത്തരം ആഘോഷങ്ങൾക്കൊക്കെ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയധികം ഹെവി തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത്ര വലിയൊരു തിരക്കിനിടയിലും എൻ്റെ മനസ്സിനെ പിടിച്ചുലക്കിയ ഒരു കാഴ്ചയാണിത്. ഒരു ചെറിയൊരു കുട്ടി ഒരു ന്യൂ ബോണിനെ എടുത്ത് വളരെ സിമ്പിളായിട്ട് അതുവഴി നടന്നു പോകുന്നു. അതിന് തൊട്ട് പുറകിലായിട്ടൊരു പെൺകുട്ടി, പിന്നെ അതാ കുറച്ച് പുറകിലായിട്ട് ഈ ഒരു കുട്ടി. ഇവരൊക്കെ തനിയാണ് നടന്നു പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുട്ടികളുടെ കൈയൊന്ന് വിടാൻ തന്നെ പേടിപ്പിക്കുന്ന അത്രയും തിരക്കാണ് ഈ ഒരു ഗ്രൗണ്ടിലുള്ളത്. അതിനിടയിൽ അവർ ഒറ്റക്ക് നടന്നു പോകുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി ഫെയറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതായത് ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാൻ നിങ്ങളിനി ദുബായിലേക്ക് പോകണമെന്നില്ല. നമ്മുടെ കണ്ണൂർ അത് റെഡിയാണ്. 5 ലക്ഷം പൂക്കളിൽ തീർത്ത വിസ്മയമാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ്റെ അതേ രൂപക്കൂട്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യവുമാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവൃത്തി സമയം. അല്ലാതെ മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് കേട്ടോ പ്രവൃത്തി സമയം വരുന്നത്. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയ ഹസ്ബൻഡ് ഇതുവരെ വന്നില്ല. അപ്പോഴത്തേക്കും ആള് വന്നിട്ട് നമുക്ക് ഫെയറിന് ഒന്നിച്ച് കയറാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് കൈത്തറി വസ്ത്ര കരകൗശല മേള നടക്കുന്നുണ്ട്. അതിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അതിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ പായസ വിൽപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലട പായസവും അമ്മ പ്രഥമനും വാങ്ങിച്ചു. നല്ല പായസമായിരുന്നു കേട്ടോ. പായസം അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് പായസം അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ച് നമ്മളിതാ നേരെ കൈത്തറിയിലെ ഓരോരോ വീവേഴ്സിൻ്റെതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്, ഓരോ സ്ഥലത്തതും. അപ്പോൾ ഇതാ ഇവിടെ തയ്യലിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കതൊക്കെ കാണാൻ വേണ്ടി പറ്റി. കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇതുകൂടെ ഒന്ന് സന്ദർശിക്കുക. നല്ല നല്ല ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ. നമ്മളാരും അങ്ങനെ കൈത്തറി അങ്ങനെ വസ്ത്രങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല. ആ ഒരു ബ്ലാക്കും റെഡും സാരി ഉണ്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ കാർപ്പറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അത് അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ചായക്കട, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇതാ തിരിച്ചു വന്നു, അതായത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഇനി ഫെയറിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ സൈഡിൽ ഇതുപോലെയൊക്കെ കുറേ അധികം ഭരണികളും അങ്ങനത്തെ ചെടികൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്ന് തന്നെ ഇതൊക്കെ കാണണം. അങ്ങനെ ഇതാ നമ്മളെയും കാത്ത് ഹസ്ബൻഡ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തതുകൊണ്ട് തന്നെ ഇതാ പെട്ടെന്ന് ആൾ വന്ന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എൻട്രൻസിൽ തന്നെ ഒരു ആർച്ച് ഷേപ്പിൽ ഇതാ ഇതുപോലെ പൂക്കൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മളിതാ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ധൻഷു ബേബി ആണെങ്കിൽ അതിനേക്കാൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാൻ അവൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് പൊതുവേ അങ്ങനെയാണല്ലോ. പിന്നെ ഇതാ സീലിങ്ങിൽ ഇതുപോലെ കുറേ അധികം പൂക്കൾ കളർ ചേഞ്ചിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ വീഡിയോയിലൊന്നും ആ ഒരു കറക്റ്റ് ഭംഗി കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു വല്ലാത്തൊരു രസമുണ്ട് കേട്ടോ. മേലോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോകാനായിട്ട്. പിന്നെ ദാ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുൻപിലേക്ക് പോകുമ്പോൾ ദാ ഇതുപോലൊരു കാഴ്ച വളരെ മനോഹരമായിട്ടാണ് കേട്ടോ. ലൈറ്റ് വർക്കും കാര്യങ്ങളും ആ ഒരു ഫ്ലവറും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി തീരെ പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അവിടെ തന്നെ പോയിട്ട് കാണുന്ന അത്രയും നമുക്ക് വീഡിയോയിൽ എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇതാ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ധൻഷുവിൻ്റെ ഒക്കെ ഒരുപാട് ഫോട്ടോസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ ആൾക്കാരും ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് പറയാം. കാരണം ഓരോരോ സ്ഥലത്ത് നല്ല നല്ല സ്പോട്ടുകളിലുണ്ടല്ലോ, ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യൂ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ. പിന്നെ ഇതാ ലവ് ഷേപ്പിൽ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഇതിൽ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് എന്താണ് വലിയൊരു പക്ഷീൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തീർത്തത് പൂക്കളിലാണ് എന്നുള്ളതാണ് കേട്ടോ.
ഈ ഒരു മരങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ വ്യത്യസ്തമായ ഒരുപാട് രൂപങ്ങളാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്, കണ്ടില്ലേ? പക്ഷികൾ, അതുപോലെ ഇവിടേക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ആൾക്കാരുടെ ആ ഒരു ഇതാണ്. അപ്പോൾ ഏതോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അമ്മേനോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ധനുഷാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാമറ താ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ നടക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കണ്ണിങ്ങനെ അടക്കവും തുറക്കമൊക്കെ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ ഒരുപാട് ഫോട്ടോ സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഓരോരോ വിധത്തിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ചുറ്റിലും ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ ഹൊററാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇല്യൂഷൻ ടണലാണ്. ഇതിൽ കയറാൻ പോകുന്നവർ പ്രത്യേകം ഞാൻ വീഡിയോയിൽ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തോളൂ. ബാലൻസ് ഇല്ലാത്തവർ തീർച്ചയായും അതിലേക്ക് കയറാൻ നിൽക്കരുത്. നമ്മുടെ തൊട്ട് മുന്നിലുള്ള ആളുണ്ടല്ലോ, ബാലൻസ് ഇല്ലായിട്ട് ആ ഒരു കറങ്ങുന്ന അതൊരു പാസേജാണ്. അതിൻ്റെ ചുറ്റിലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലേക്ക് വീഴാനായിട്ട് ആ ചേട്ടൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പിടിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അറ്റാക്ക് എങ്ങാനും വരുന്നതാണ് എന്ന്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിനുള്ളിൽ കയറുമ്പം. കുട്ടികളൊക്കെ എടുത്തിട്ട് കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പിടിച്ചിട്ട് തന്നെ കയറാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. ബാലൻസ് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കയറാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഞെട്ടൽ ഇതുവരെ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ ചേട്ടൻ അതിലേക്ക് വീഴാൻ പോകുമ്പോൾ ഉണ്ടായ ആ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ. പക്ഷികൾ ഇത് നമ്മുടെ തലയുടെ മേലെ കൂടെ ഒക്കെ പക്ഷികളൊക്കെ ഇഷ്ടം പോലെ പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഗ്വാന, ഒരു കൂട്ടം ഇഗ്വാനകൾ ഇവിടെയുണ്ട്. പിന്നെ വെറൈറ്റി സ്നേക്സ് ഉണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ അതിൻ്റെ പേരൊക്കെ എഴുതി അതിൻ്റെ എല്ലാം വിശദീകരിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി ഓരോന്നിനെ കണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇവിടെ വലിയൊരു ആമ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സൈസ് ഉണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ചിലതൊക്കെ കാണാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. ഈ ഒരു സ്നേക്കിനെ ഉണ്ടല്ലോ കൈ കൊണ്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു എന്തോ പോലെയാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് വീഡിയോ ഫോട്ടോ എന്തോ എടുത്തോ. അങ്ങനെ അതിനൊക്കെ വളരെ സിമ്പിളായിട്ടാണ് അവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എത്രയൊക്കെ ആൾക്കാർ എനിക്ക് ചുറ്റിലും നടന്നു പോകുക, ഒച്ചയും ബഹളം എന്തായാലും പ്രശ്നമില്ല. എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം എന്നുള്ളൊരു ഭാവത്തിലാണ് ഈ പൂച്ച കിടന്നുറങ്ങുന്നത്. നല്ല പുലിയനെ പോലെ ഉണ്ടല്ലേ കാണാൻ. പിന്നെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈയൊരായിട്ടുണ്ടല്ലോ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെളുത്ത എലിയാണെന്ന്. പക്ഷെ അതൊരു വവ്വാലാണ് കേട്ടോ. പിന്നെ തേളുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ മേലോട്ട അവിടെ ഒരുപാട് പക്ഷികൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടു നിൽക്കാനായിട്ട്. പിന്നെ ഇവിടെ പെരുമ്പാമ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പല വിധത്തിലുള്ള പൈത്തൺസ് ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇവയൊക്കെ കൂട്ടിലാണ് ഉള്ളതെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെ തോന്നുന്നു കേട്ടോ. കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഇതങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ ഈ മുതലൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് ഇങ്ങനെ.
ഈ ഒരു പക്ഷികളൊക്കെ ഉണ്ടല്ലേ ഫ്രീ ആയിട്ട് ഇതുപോലെ തുറന്നു വിട്ടപ്പം അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ പക്ഷികൾ. പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അത് ഐസ്ക്രീം പോപ്കോൺ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർക്ക് നല്ല ചിലവായിരിക്കും, കാരണം ഇത്രയും നേരം അതിനുള്ളിൽ ചുറ്റിക്കിറങ്ങി ഒന്ന് നല്ല രീതിക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരായാലും ഇതൊന്നും വാങ്ങിക്കാണ്ട് പോകത്തില്ല കേട്ടോ. അടുത്തത് കുറേയധികം ഫർണിച്ചേഴ്സിൻ്റെ സെക്ഷനാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടത്താണ്. ധൻഷുവിന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ, നല്ല കമ്മലുണ്ടായിരുന്നു. എനിക്ക് വേണ്ടുന്ന ഒരു കളറിനാണ് ഞാൻ തപ്പിയത്, അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നേ. ഇതൊക്കെ നമ്മുടെ ക്ലേ വെച്ച് ചെയ്ത ഓർണമെൻറ്റ്സ് ആണ്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇതിന്. എന്തായാലും കൊള്ളാം ഇത് കാണാനായിട്ടുള്ളതാണ്. ഇത് സിമ്പിളായിട്ടുള്ളത് 450. അടുത്തൊരു സെക്ഷൻ, നമ്മളൊക്കെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലേ. പക്ഷേ ഇനി അത് നമുക്ക് പറ്റത്തില്ലെങ്കിലും, ശരീരം കൊണ്ട് നമുക്കത് പറ്റത്തില്ലെങ്കിലും, നമുക്ക് മനസ്സുകൊണ്ട് നമ്മുടെ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോകണം എന്ന് വിചാരിച്ചാൽ ഇത്തരം പഴയകാല മിഠായികൾ ഇതൊക്കെ കണ്ടപ്പം ഏതൊരു മനുഷ്യനായാലും ഒന്ന് പഴയ കാലത്തേക്ക് ഓർത്ത് പോകുമല്ലേ. കൊല്ലത്ത് നിന്ന് ഫ്രഷ് ചിക്കിയുടെ പഴയകാല മിഠായികൾ മാത്രമല്ല, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫുള്ള് അവരുടെ ഒരു സ്റ്റോളാണ് കേട്ടോ വരുന്നത്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി അലുവ ആയിക്കോട്ടെ, അങ്ങനെ പല വെറൈറ്റീസ് സംഭവങ്ങളുണ്ട്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ പച്ചക്കറികൾ വെച്ചിട്ടുള്ള പപ്പടം, അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ റോലാണ് കിടപ്പുള്ളത്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഴയകാല മിഠായികൾ കിട്ടുന്ന ഒരു ഇത് ഞാൻ കുറേയധികം കണ്ടിട്ടുണ്ടെങ്കിലും, പഴയകാല മിഠായികളൊക്കെ പലയിടത്തും ഉണ്ടെങ്കിൽ കൂടി ഇത്രയും അടിപൊളി എല്ലാ വിഭവങ്ങളും ഞാൻ കണ്ടത് ഇവിടെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളൊക്കെ സ്കൂളിലൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും ഇതുപോലെ കടകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കൂളിന് ചുറ്റും. അതൊക്കെ വാങ്ങി അത് നമ്മൾ സ്കൂൾ വിടാനായിട്ട് കാത്തൊക്കെയല്ല ഇങ്ങനത്തെ മിഠായികൾ വാങ്ങിക്കാനും, ഫ്രണ്ട്സ് ഒത്ത് നടന്നു പോയി അത് ഷെയർ ചെയ്ത് അവരുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി നടന്നു വന്ന് അങ്ങനെ ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാലമാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പം അതൊന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, പേര് പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള അലുവയും ഇവിടെയുണ്ട്. നമ്മൾ അലുവയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആരെയും ലിസ്റ്റ് എടുപ്പിക്കുന്ന ഈ പഴയകാല മിഠായികളും അതുപോലെ പച്ചക്കറി വെച്ചിട്ടുള്ള പപ്പടവും അതുപോലെ ഇത്തരം വെറൈറ്റി അലുവകൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഇത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഷാജഹാൻ ചേട്ടൻ കേട്ടോ. എല്ലാം നമ്മളോട് ചേർത്ത് പിടിക്കണേ, വരാൻ മാത്രം പിടിച്ചിട്ട് പോരുത്. നിങ്ങൾ അലി വെട്ടാൻ നിൽക്കുന്നത് ഞങ്ങളെ കൂടെ വേണ്ട, ആദ്യം അറിയണ്ടേ. നിനക്ക് ഇച്ചിരി കൂടുതലാണ് കൊടാന്നില്ലേ, അതുകൊണ്ട് നിനക്ക് ഇച്ചിരി കൂടുതൽ കട്ടിയല്ലേ ടേസ്റ്റ് ഉണ്ടോ? ഇത് അമ്മ എനിക്ക് ഇത്ര വേണ്ട, ടേസ്റ്റ് നോക്കാൻ മതി. താങ്ക് യു. ചേട്ടന്റെ പേരെന്നോ? ഷാജാൻ, കൊല്ലം. ഈത്തപ്പഴം, കാറ്റ്, തണ്ണിമത്തൻ, മുന്തിരി, കാലാക്കൂലി. പിടിച്ചാ കേറി. അപ്പോൾ ഷാജഹാൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മളോട് നല്ല രീതിക്ക് സംസാരിക്കുന്നവരെ ആർക്കായാലും ഇഷ്ടപ്പെടും അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ. പച്ചക്കറിയുടെ പപ്പടം പല വിധത്തിലുള്ള പച്ചക്കറീസിൻ്റെ പപ്പടമാണ് ഇവിടെ. ഇതുപോലെ നമുക്ക് പാക്കറ്റ് ഉണ്ട്, അപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ട്. അങ്ങനെ പാക്കുകൾ നമ്മളും എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ ഇവിടെ ഒരു വലിയ സെക്ഷൻ വരുന്നത് ബിസ്ക്കറ്റിൻ്റെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ റോ മുതൽ ഇപ്പുറം ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നിട്ട് ഹലുവ, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നിട്ട് മൊത്തം നമ്മുടെ കൊല്ലത്തുള്ള ഫ്രഷ് ചിക്കിയുടേതാണ് കേട്ടോ.
ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഇത്രയും അധികം വെറൈറ്റി ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ മേളകളിൽ വന്നിട്ട് കാണുന്നത്. ഇത്രയും വലിയൊരു സെക്ഷൻ തന്നെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള വെറൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്ത് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ടുന്ന പാർസൽ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പോകാൻ തോന്നാത്ത അവസ്ഥയാണ്. പിന്നെ ഇതാ ബില്ലടിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താ വേറൊരു സംഭവം ഇവിടെ കണ്ടിട്ടുണ്ട്. മാംഗോൻ്റെതാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ധൻഷയിന് വാശി പിടിച്ചെങ്കിലും ഞാനത് വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ. പേന തീരുമ്പോൾ നിങ്ങളുടെ ഈ മോൾക്ക് സാധാരണ സ്കെച്ച് മേടിക്കുക. ഇതൊരിക്കലും നമ്മൾ കളയരുത്. ഈ കുഞ്ഞിന് അസൈൻമെന്റുകൾ, പ്രൊജക്ടുകൾ, ഡിസൈനിങ് 10ാം സ്റ്റാൻഡേർഡ് വരെ യൂസ് ചെയ്യാവുന്ന ഐറ്റമാണ്. ഈ പാക്കറ്റിന്റെ ഉള്ളിൽ ഇതാണ് മെയിൻ. ഇത് 2 എണ്ണം ഉണ്ട്, ഡിസൈൻ ഉണ്ട്, സ്കെച്ച് ഉണ്ട്. നമ്മളിതെല്ലാം കൂടി ഇവിടെ ഓഫറിൽ തരുവാണ്. 200 രൂപയേ ഉള്ളൂ. റീയൂസബിൾ പ്രോഡക്റ്റ് ആണ്, പെയിന്റിങ് ചെയ്യാം. ഇത് കരിപ്പെട്ടിയാണ്. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ പനങ്കൽക്കണ്ടുണ്ട്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തൽക്കാലം വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ഒരു സെക്ഷനിൽ ഷൂസ് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുമ്പം ഏതൊരു മനുഷ്യനും വായിൽ വെള്ളം ഒന്ന് ഇറക്കാതെ ഇതുവഴി കടന്നു പോകാൻ വേണ്ടി പറ്റത്തില്ല. വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. എന്തൊക്കെ വെറൈറ്റീസ് അച്ചാറാണെന്നോ അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട് അച്ചാർ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം പിന്നെ അവിടെ വലിയൊരു മൊത്തം ഏരിയ തന്നെ ഇതുപോലെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ടീ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ധൻഷും ഇവരൊക്കെ സോഡ, മുന്തിരി സോഡ അങ്ങനത്തെ സംഭവമാണ് കുടിക്കുന്നത്. പിന്നെ ഇതാ കടിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന പോക്കിലാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അവർ നല്ല രീതിക്ക് അത് കുലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് അത് നിർത്തിയത്. പിന്നെ പാനിപ്പൂരി മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്കതെന്തോ അത്ര ട്രൈ ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് അത് കഴിച്ചു. ഒരെണ്ണം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഇവിടെ മറ്റെവിടെയും കാണാത്തൊരു സംഭവമുണ്ട് വന്നിട്ട്, അതായത് സ്കൈ ഡൈനിങ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ല അടിപൊളിയാണ് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് കയറാൻ വേണ്ടി പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലും കൂടെ കയറി കഴിഞ്ഞാൽ ഒത്തിരി സമയം ലേറ്റ് ആവും. ഞാനത് കാണിച്ചു തരാം കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ വരുന്നവരാരും തന്നെ ഉണ്ടല്ലോ ആ ഒരു സംഭവം മിസ്സാക്കരുത് കേട്ടോ. നമുക്ക് നല്ല എന്താ പറയുക സ്കൈയിലേക്ക് അങ്ങ് കയറിയിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റിയൊരു അവസരമാണല്ലേ. അപ്പോൾ അതാരും തന്നെ മിസ്സാക്കരുത്. എനിക്കത് മിസ്സാക്കിയത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടി എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ക്രെയിന് വെച്ചിട്ട് നമ്മളിതാ ഉയർത്തിയിട്ടാണ് ആ ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ. അതങ്ങ് ഉയർത്തിയിട്ട് അവിടെ ഇരുന്ന് ചായയോ ജ്യൂസോ എന്താണെന്ന് എനിക്കറിയത്തില്ല കുടിക്കാം. എന്നതാ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിലൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി പക്ഷേ പറ്റിയില്ല കേട്ടോ. കാരണം എന്തായാലും സമയം ഉണ്ടായിരുന്നില്ല. കാരണം തന്നെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും നമ്മൾ വന്നതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇത് കേട്ടോ. കാരണം ആ രാത്രി ആവുന്നതേറും ഇവിടുത്തെ മനോഹാരിത അങ്ങ് തെളിഞ്ഞു വരികയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം. ശരിക്കും രാത്രി അതായത് ഒരു ഈവനിങ്ങിൽ വന്നിട്ട് രാത്രിയോട് കൂടി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ഭംഗിയുണ്ടാവും ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കൈ ഡൈനിങ്ങിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ വലിയൊരു ക്രെയിനാണ്, അത് വെച്ചാണ് അതവർ ലിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത്രയും വലിയ ഉയരത്തിലാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, എന്താണ് നമ്മളെ ഫുഡ് ഐറ്റംസ്, എന്താണ് കഴിക്കുക എന്നുള്ളതൊക്കെ ചോദിച്ചറിയാനുള്ള ആ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ല, 130 അടി ഉയരത്തിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ആകാശ സൗന്ദര്യം ആസ്വദിക്കാം. കണ്ടില്ല സ്കൈ ഡൈനിങ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണേ. പിന്നെ നമ്മൾ ലേറ്റായിട്ട് മറ്റെവിടെയും കയറാൻ നിന്നില്ല. അതാ 20-30 ഏതെടുത്താലും 20-30 സാധനങ്ങൾ അതിൻ്റെ അപ്പുറത്തെ പോലീസ് മൈതാനിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പുറത്തും അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അവിടെ നടക്കുന്നത് ഒപ്പനയാണ്. പിന്നെ പോലീസ് മൈതാനിൻ്റെ ഇപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ചെറിയ റേറ്റിനൊക്കെ കൊടുക്കുന്ന തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ ഒന്നും കയറാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിരുന്നില്ല. ഒക്കെ എന്താ പറയുക, വിഷമമുണ്ട് കേട്ടോ കയറാൻ പറ്റാത്തതിൽ. കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ദിവസം വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ മുഷിപ്പിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഇറങ്ങിയത്. പിന്നെ അമ്മമ്മയ്ക്കുള്ള അങ്ങനെ വീട്ടിലെത്തി അമ്മമ്മയ്ക്കുള്ള മുണ്ട് ധൻഷു ഞാനും കൂടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണേ.
നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്തവണത്തെ ഓണം ഫെയർ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ അതായത് ഓണത്തിന് നമ്മൾ കണ്ണൂർ പോയപ്പം ഫസ്റ്റ് നമ്മൾ പോയത് ഒരു മഹാലാഭമേളയിലാണ്. 5 രൂപ മുതലാണ് സാധനങ്ങൾ അവിടെ വിൽക്കപ്പെടുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ പോയി കാണണം കേട്ടോ. തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ ചെറിയ റേറ്റാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ഓണത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ബൈ ബൈ, സി യു.